യുലേഫോൺ എന്ന ബ്രാൻഡിന്റെ യുലേഫോൺ ആർമർ മിനി 20 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു റഗഡ് സ്മാർട്ട് ഫോൺ ആണ്. അതുപോലെ തന്നെ കോമ്പാക്ട് ആയിട്ടുള്ള സൈസിൽ വരുന്ന ഒരു റഗഡ് സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ മിനി 20 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം, ഇതിൽ IP68-69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അണ്ടർ വാട്ടർ ക്യാമറ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് വെള്ളത്തിൻ്റെ താഴെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ MIL STD810Hന്റെ സർട്ടിഫിക്കേഷനും ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. ഇത് പൊതുവെ ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പം മികച്ചൊരു സർട്ടിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഇതിൽ ഒരു കസ്റ്റം കീ സെപ്പറേറ്റ് വരുന്നുണ്ട്. ഇപ്പം ഇതിലോട്ട് നമുക്ക് പല ഫങ്ഷൻസും അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 256GB ഇന്റേണലൊക്കെ വരുന്നുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു 8GB റാമും കൂടി എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 6200 mAhന്റെ ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ഫോണിൻ്റെ സ്ക്രീൻ സൈസ് വെറും 4.7 ഇഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അത്രയും ചെറിയൊരു സ്ക്രീൻ സൈസ് ആയിട്ട് കൂടി ഇതിൽ 6200 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് തിക്നെസ്സും വെയിറ്റ് കൂടുന്നുണ്ട്. പക്ഷേ എന്നാലും 6200 mAhന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൻ്റെ ഓഫറൊക്കെ കഴിഞ്ഞിട്ടുള്ള വില വരുന്നത് ഏകദേശം 16,900 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ 1.95 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സാംസങ് GN1ന്റെ സെൻസറാണ്. പിന്നെ 64 മെഗാപിക്സലിന്റെ 1.79 വരുന്ന ഒരു നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നൈറ്റ് വിഷൻ ക്യാമറ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാപിക്സലിന്റെ 2.45 വരുന്ന ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ IR ബ്ലാസ്റ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഗ്ലൗ മോഡ് എന്നുള്ള ഒരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതായത് ഗ്ലൗസ് ഒക്കെ ഇട്ടാലും നമുക്ക് ഫോൺ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. 3.5mm മോഡി ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള 16,900 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പ്രോസസ്സർ കുറച്ച് ഡിസപ്പോയിന്റിങ് ആണ് എന്ന് പറയേണ്ടി വരും. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചതല്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഇപ്പോഴത്തെ ഇതിൽ നമ്മൾ 5G സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഇവിടെ മിസ്സിംഗ് ആണ്. 4G സപ്പോർട്ട് ഇതിൽ മാക്സിമം വരുള്ളൂ. പിന്നെ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 301 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം വെയിറ്റ് കൂടിയ ഒരു ഫോണാണ്. ഇപ്പോൾ സാധാരണ ഫോണുകളെക്കാളൊക്കെ 1.5 ഇരട്ടി വെയിറ്റ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അതുപോലെ തന്നെ തിക്നെസ് 24.9 mm വരുന്നുണ്ട്. വളരെ കൂടിയ തിക്നെസ്സും ഇതിന് വരുന്നുണ്ട്. പൊതുവേ ഫോണുകളിൽ 8mm 9mm ഒക്കെയാണ് മാക്സിമം തിക്നെസ് വരാറ്. ഇപ്പം 24.9 mm ഇതിൽ തിക്നെസ് വരുന്നുണ്ട്. അപ്പം വെയിറ്റും തിക്നെസ്സും അത്യാവശ്യം കൂടിയൊരു ഫോണാണ്. സ്ക്രീൻ സൈസ് ചെറുതാണ് എന്നുണ്ടെങ്കിലും. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, 4.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസാണ് ഇതിൽ വരുന്നത്. പക്ഷേ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിവിടെ മിസ്സിംഗ് ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 90 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 120 Hzന്റെ റിഫ്രഷ് റേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം ചെറിയൊരു സ്ക്രീൻ സൈസ് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ
$199.99 എന്ന പ്രൈസിംഗിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് 16,900 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇത് ഓഫർ പ്രൈസിംഗ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ വില കുറച്ചും കൂടി കൂടിയേക്കാം. ഇപ്പോൾ അലി എക്സ്പ്രസ് വഴിയൊക്കെ ഈ ഫോൺ മേടിക്കാവുന്നതാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. IP റേറ്റിംഗും അതുപോലെ തന്നെ MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു കസ്റ്റം കീ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. 16 GB RAM ഒക്കെ വരുന്നുണ്ട്. നൈറ്റ് വിഷൻ ക്യാമറ വരുന്നുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ സൈസാണ് വരുന്നത്. പക്ഷേ ചില നെഗറ്റീവ്സും വരുന്നുണ്ട്. പ്രോസസ്സർ ഈ ഒരു പ്രൈസ് വെച്ചാൽ അത്ര മികച്ചതല്ല. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ല. പിന്നെ 5G സപ്പോർട്ട് ഇല്ല. മാക്സിമം 4G സപ്പോർട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫുൾ HD റെസൊല്യൂഷനോ അല്ലെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. അപ്പം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ എന്നേ ഉള്ളൂ. അപ്പം നല്ല ഒരു റഗഡ് ഫോൺ, അതായത് നല്ല അത്രയോട്ടൊന്നും പൊട്ടാത്ത ഒരു ഫോണൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. അപ്പം ഞാൻ ഇങ്ങനൊരു ഫോൺ കൺസിഡർ ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ കൺസിഡർ ചെയ്യാൻ ചാൻസ് ഇല്ല. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെയിറ്റും തിക്നെസ് ഒക്കെ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. എന്തായാലും നിങ്ങൾ ഇതുപോലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോൺ കൺസിഡർ ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.